നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണല്ലേ, കണ്ടില്ലേ? ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ. ഈ ഒരു കേക്ക് വന്നിട്ട് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന ഒരു കേക്കും കൂടാണ്. ഇത് ചെയ്യാൻ നമുക്കിതുവരെ പറ്റിയിട്ടില്ല, കാരണം നമുക്കിതുവരെ അങ്ങനത്തെ ഒരു ഓർഡർ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെറുതെ വീട്ടിലേക്ക് വേണ്ടിയിട്ടൊന്നും നമുക്കിത്രയും എഫേർട്ട് ഇട്ട് നമുക്കൊരു കേക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ചെയ്ത് നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്നായിട്ടോ നമുക്കിങ്ങനൊരു ഓർഡർ വന്നത്. ഞാനപ്പം ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളാണെങ്കിൽ അത്യാവശ്യം വലിപ്പം വേണമല്ലോ, കട്ട് ചെയ്യാനൊക്കെ വീതി വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ 1.5 കിലോയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാട്ടോ നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കട്ടി, ഇച്ചിരി കനം ഇച്ചിരി കുറവായിരിക്കും. നല്ലത് പരന്ന് വരുവേ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സദ്യ കേക്കിൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റണമല്ലോ, അതുകൊണ്ടാട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം ഒരു ഇലയുടെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീമാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിൽ കിട്ടാൻ ഒരുപാട് അങ്ങ് ഗ്രീൻ കളർ ഒഴിച്ചാൽ ഒരു ബിറ്റർ ടേസ്റ്റ് വരും അതിന്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങ് ഗ്രീൻ കളർ ചേർത്തിട്ടില്ല. ലൈറ്റായിട്ടൊരു ഗ്രീൻ കളർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം കേട്ടോ ഞാൻ കുറച്ചുകൂടി ഒന്ന് ശകലം കൂടെ കളർ ആഡ് ചെയ്തിട്ട് ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാട്ടോ ഒരു ശരിക്കും ഒരു വാഴയിലയുടെ ഒരു എഫക്റ്റ് കിട്ടിയത്. ഇതിപ്പോൾ ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഈ ഒരു കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ സത്യം പറയാമല്ലോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ശരിക്കും സദ്യ കഴിച്ച പോലെ തന്നെ ഫീൽ ഉണ്ടായിരുന്നു ഇത് കേക്ക് ഫൈനൽ ഔട്ട് കണ്ടപ്പം കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണ്ടൻറ്റ് വരുമ്പോഴത്തേന് നല്ല റേറ്റ് ആവും. അപ്പോൾ അത് കസ്റ്റമറിന് അഫോർഡബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് എന്താ ഇങ്ങനൊരു കേക്കെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ കസ്റ്റമറിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഓണത്തിൻ്റെ ആ ഒരു സമയത്താണ് ഇതുപോലെ വാഴയില കേക്ക്, സദ്യ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സെയിൽ ചെയ്യുന്നത്, ആൾക്കാർ വാങ്ങിക്കുന്നതും. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഈ ഒരു സമയത്ത് ഈ ഒരു കേക്ക് അപ്പോഴാണ് പറയുന്നത്. നമ്മുടെ ബർത്ത്ഡേ ഗേളിന് വാഴയില കേക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തത് എന്ന്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാം അവർക്ക് എന്ത് മോഡലാണ് വേണ്ടത്, എങ്ങനത്തെ കേക്കാണ് വേണ്ടത്, ഏത് തീമാണ് വേണ്ടത്, അങ്ങനെയെല്ലാം. എൻ്റെയൊക്കെ കാലത്താണെങ്കിൽ 3 കേക്ക് മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്. അതും കിട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ ബേക്കറിയിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ കാണാറുണ്ടല്ലോ ചില്ലും കൂട്ടിലിരിക്കുന്നത്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വാങ്ങി തന്നിട്ടൊന്നുമില്ല. അപ്പം ഇപ്പോൾ എന്തെല്ലാം കേക്കുകളാണ്, ഏതെല്ലാം ഫ്ലേവറാണ്, ഏതെല്ലാം തീമാണ്, എങ്ങനെ വേണമെങ്കിലും കേക്ക് റെഡിയാണ്. അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളല്ലേ. പിന്നെ നമ്മുടെ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് വന്നിട്ട് ഇതിൽ പഴം വെച്ചിട്ടുണ്ട്. ആ ഒരു പഴമാട്ടോ ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ്. അപ്പം അതിൻ്റെ ഒന്നും ചെയ്തേക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാര്യം പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് അതിനൊന്നും വീഡിയോ എടുക്കാൻ, ആ ഒരു വീഡിയോയും കൂടി എടുക്കാനുള്ളൊരു സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിതിൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ സാമ്പാർ, അവിയൽ, പിന്നെ തോരന്, അവിയൽ, കൂട്ടുകറി, അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തോരന്, അങ്ങനെയൊക്കെ, പച്ചടി, ഇഞ്ചിക്കറിയായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഗനാഷ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. ഈ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ ഈ തോരനകത്ത്, അവിയലിനകത്തൊക്കെയുള്ള ഈ ഒരു ഇതുണ്ടല്ലോ തേങ്ങ, അത് പീര പോലെ കിടക്കത്തില്ലേ, അത് ഞാൻ ചെയ്തേക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്തേക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ചോറും ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. അപ്പം ഇത്രയും നമ്മൾ എല്ലാം വെച്ച് ഐറ്റംസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സാമ്പാറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാനുള്ളത്. സാമ്പാർ മാത്രം ഒരു ഇച്ചിരി കളർ കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ എല്ലാം ആയിട്ട് ഇതേലും എല്ലാം ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാനത് കേക്കിലുള്ളത് ചെറുതായിട്ടൊന്ന് വടിച്ചെടുത്തിട്ട് അതൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ കൂടെ നമ്മുടെ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കേക്കിൽ അത് വീണത് അറിയത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യ കേക്ക്. ഇനിയിപ്പം നമുക്ക് ഇതിലുള്ള പണി എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുക്കണം. പിന്നെ ഒരു പപ്പടം വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ കേട്ടോ വെച്ചത്. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബർത്ത്ഡേ ഗേളിൻ്റെ പേരൂടെ എഴുതി കൊടുക്കണം. അപ്പോൾ 6th ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം പേരൂടെ എഴുതി കൊടുത്തിട്ട് 6th ബർത്ത്ഡേ എന്നുള്ളത് എഴുതാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ലാസ്റ്റായിട്ടാട്ടോ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സദ്യ കേക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിന് നല്ലൊരു അഭിപ്രായമായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.